നമ്മളൊരാളെ കുളിപ്പിക്കാൻ പോവുകയാണ്. വേറെ ആരുമില്ല, നമ്മുടെ ചക്കര കുട്ടനായ ടോബി കുട്ടനെയാണ്. നമ്മുടെ വീട്ടിലെ പഗ്ഗാണ് കേട്ടോ അവൻ, ചക്കരയാണ്. അപ്പോൾ അവനെ നമ്മൾ കുളിപ്പിക്കാൻ പോവുകയാണ്. മാസത്തിൽ 2-3 പ്രാവശ്യമാണ് കേട്ടോ ഏട്ടൻ കുളിപ്പിക്കാറ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 3-4 ദിവസം കൂടുമ്പോൾ അവനിങ്ങനെ അഴുക്കുള്ളിടത്തൊക്കെ ഒന്ന് ടിഷ്യോ തുണിയൊക്കെ വെച്ച് തുടച്ചു കൊടുക്കും. അപ്പോൾ അതാണ് അവൻ്റെ കൂട്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കുളിപ്പിക്കുന്നത്. അതാണ് അവൻ്റെ ടബ്ബ്, ബാത്ത് ടബ്ബാണ്. കിട്ടിയപ്പോൾ മുതൽ നമ്മൾ അതിനാണ് കുളിപ്പിക്കുന്നത്. ഏട്ടനാണ് കുളിപ്പിക്കാറ് കൂടുതലും, ഞാൻ അങ്ങനെ അത്ര അധികം കുളിപ്പിക്കാറില്ല. അപ്പോൾ അവനെപ്പോഴും അവനൊരു ചെയിനിട്ട് ടൈ ചെയ്തിട്ട് മാത്രമേ കുളിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ അവന് ഈ കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കൂടി മണ്ണിൽ കിടന്ന് ഉരുളും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അഴുക്കൊക്കെ കളയണം. അതിനുശേഷം മാത്രം ഷാമ്പു യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഏട്ടന് കുളിപ്പിക്കേണ്ട കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. ഏട്ടനൊരു 10-20 കൊല്ലമെങ്കിലും ആയി ഈ നായ്ക്കളെ നോക്കാൻ തുടങ്ങിയിട്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അവർ ഭയങ്കരമായിട്ട് നോക്കുമായിരുന്നു. പോമറേനിയൻ ആയിക്കോട്ടെ, ഡോബർമാൻ, ലാബ്, പിറ്റ്ബുള്ള്, സ്പിറ്റ്സ്, അങ്ങനെ എല്ലാ വെറൈറ്റിയും ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ പിറ്റ്ബുള്ളും ലാബും ആയിരുന്നു. പിറ്റ്ബുള്ളിനെ നമ്മൾ ഇച്ചിരി അഗ്രസീവായിട്ടാണ് അത്ര ഏട്ടൻ വളർത്തിയതുകൊണ്ട് ചേച്ചിയുടെ മോനും ജിനോക്ക് ഒരുവിധം ആയപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ലാബ് പിന്നെ വയസ്സായപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവനെ കിട്ടിയത്. ഇവനെ 2 മാസമുള്ളപ്പോൾ കിട്ടിയതാണ്. ഇപ്പോൾ ഇവന് 2 വയസ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഡോഗ്സിന് ഷാമ്പു അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഡോഗ്സിൻ്റെ ഷാമ്പു തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ നമ്മുടെ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. കാരണം അത് അവരുടെ ഹെയറിനോ സ്കിന്നിനോ ഒന്നും ഒട്ടും നല്ലതല്ല. അപ്പോൾ അവർക്ക് വേണ്ട സ്പെഷ്യൽ ഷാമ്പു വാങ്ങുക. എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ മൂക്കിലോ ചെവിയിലോ കണ്ണിലോ ഒന്നും പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ചെവിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവരുടെ മൂക്കിനൊക്കെ ഭയങ്കര മടക്കുക. അപ്പോൾ ഈ മടക്കിനിടയിലൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അവന് കുളിക്കാൻ ഇഷ്ടമാണെങ്കിലും ടബിൽ 4 കാലും കുത്തത്തില്ല, 2 കാലം മാത്രമേ വെള്ളത്തിൽ കൊടുത്തുള്ളൂ. 2 കാലം ഇങ്ങനെ മേലെ പൊക്കി പിടിക്കും. എന്തോ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുള്ളൊരു തിങ്കിങ് ആണെന്ന് തോന്നുന്നു അവന് കേട്ടോ. അറിയില്ല, അവന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ് ഇവർ കേട്ടോ. നമ്മൾ സ്നേഹിക്കുന്നതിലും കൂടുതൽ ഇവർ നമ്മളെ സ്നേഹിക്കും. ഭയങ്കര പ്രൊട്ടക്റ്റീവ്. ജിനോക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെന്തോ എന്നെക്കാളും ടെൻഷൻ അവനാണ്, ബഹളമായിരിക്കും. അത് കഴിഞ്ഞതിന് കുളിപ്പിച്ചതിന് ശേഷം മൈക്രോ ഫൈബറിന് അങ്ങനെ എന്തെങ്കിലും നല്ല കട്ടിയുള്ളൊരു തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി നമ്മൾ വീണ്ടും അവനെ ടൈ ചെയ്തിട്ടേക്കുന്ന. വേറെ ഒന്നുമല്ല, അവൻ മണ്ണിൽ കിടന്ന് ഉരുളും, അഴുക്കാവും, ഉണങ്ങണതിന് മുമ്പ് വീണ്ടും മെസ്സാക്കും. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവന് അധികം വെയിലത്തുമല്ല, എന്നാൽ കൂട്ടിലൊന്നും ആവാണ്ട് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഇടുക. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തുണി കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ എന്താ പറയുക, ചക്കരക്കൂട്ടനാണ് കേട്ടോ. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അവൻ അങ്ങനെ കയറ്റാറില്ല കേട്ടോ, പുറത്ത് തന്നെയാണ്. അതാണ് കാരണം, മോന് അലർജി ആയാലും ഇവരുടെയൊക്കെ ഹെയറൊക്കെ നന്നായിട്ട് കൊഴിയുമല്ലോ. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ മാത്രം കയറ്റാറില്ല, ബാക്കിയൊക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാം അവൻ. അപ്പോൾ ടോബിയുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും ഇനിയും ടോബിയുടെ കുറേ നല്ല നല്ല വീഡിയോസായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.